നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതാണ് മലയാളികളുടെ തനിക്കുണം. നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ രണ്ടഭിപ്രായം. നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല, അവളെ തൂക്കിലേറ്റുക തന്നെ ചെയ്യണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. മറുവിഭാഗമാവട്ടെ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി നിലവിളിച്ച് കരയുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കൗൺസിൽ തമ്മിലടിക്കുന്നത് നമ്മൾ കണ്ടു. സാമുവൽ ജെറോമിനെ ഒറ്റപ്പെടുത്തുന്നു മറ്റു ചിലർ. ആക്ഷൻ കൗൺസിൽ ആദ്യം കാന്തപുരത്തിൻ്റെ ഇടപെടലുകളെ തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കാന്തപുരത്തിൻ്റെ ഇടപെടലുകൾ ശരിവെക്കുന്നു. കാന്തപുരത്തിൻ്റെ പ്രതിനിധികൾ കൂടി യമനിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ ഉണ്ടാവണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ശ്രീജിത്ത് പണിക്കരാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ താരം. നിമിഷപ്രിയയ്ക്ക് യാതൊരു വിധത്തിലും മാപ്പ് കൊടുക്കില്ല എന്ന് പണിക്കർ ഒരിക്കൽ കൂടി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഹരീഷ് പേരടിയെപ്പോലുള്ളവരുടെ രൂക്ഷ വിമർശനങ്ങളാണ് ഒരു വശത്ത് ശ്രീജിത്ത് പണിക്കർക്ക് നേരെ. എന്നാൽ പണിക്കർ അണുവിട വിട്ടുവീഴ്ചയ്ക്കില്ല. നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പണിക്കർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. അതിങ്ങനെ: എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഒരാളെ ആസൂത്രിതമായി കൊന്ന് ശരീരം 110 കഷ്ണങ്ങളാക്കി മുറിച്ച് വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച് കടന്നു കളഞ്ഞ ഒരാൾക്ക് മാപ്പ് നൽകുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ നീതിബോധം. നിങ്ങളല്ല ദേവേന്ദ്രൻ പറഞ്ഞാലും അതിൽ മാറ്റമില്ല. നാളെ കൊല്ലപ്പെട്ടയാളിൻ്റെ കുടുംബം കുറ്റവാളിക്ക് മാപ്പ് കൊടുത്താലും എൻ്റെ നിലപാടിൽ മാറ്റമില്ല. ഇതിൽ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല. മരിച്ചത് യമനി ആയതുകൊണ്ടും ഇന്ത്യൻ ആയതുകൊണ്ടും എൻ്റെ നീതിബോധത്തെ സ്വാധീനിക്കില്ല. ഇതിൽ നീതി മാത്രമാണ് പ്രധാനം. സിവിൽ യുദ്ധം നടക്കുന്ന യമനിലെന്നല്ല, ശരിയ നിയമം നിലനിൽക്കുന്ന ഏത് ഇസ്ലാമിക് രാജ്യത്താണെങ്കിലും ഈ വിധി മാത്രമേ ഇക്കാര്യത്തിൽ കിട്ടൂ. സംശയമുണ്ടോ? ഇന്ത്യയിലാണെങ്കിലും പ്രോസിക്യൂഷൻ ഇത്തരം കേസുകളിൽ വധശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കൂ. ഇവിടുത്തെ സമാനമായ ഓരോ കേസും എടുത്തു നോക്കൂ. വധശിക്ഷ വേണ്ടെന്ന് അഭിപ്രായം പറയുന്നവർ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകളും ഇത്തരം കേസുകളിൽ കോടതിയിൽ വാദിച്ചിട്ടുള്ളത് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് തന്നെയാണ്. എനിക്ക് ഇരട്ടത്താപ്പില്ല. ഡോക്ടർ ഓമന, ഗ്രീഷ്മ, ജൂളി, ഷെറിൻ തുടങ്ങി ഭഗവത് സിംഗിൻ്റെയും സുകുമാരക്കുറുപ്പിൻ്റെയും കേസുകളിലും മാപ്പ് തന്നെയാണോ നിങ്ങളുടെ നിലപാടെന്നറിഞ്ഞാൽ കൊള്ളാം. ഇനി അഥവാ മരം മുറിക്കുന്നത് പോലെ ലളിതമാണ് മനുഷ്യരെ മുറിക്കുന്നതെന്നൊക്കെ കരുതി ആരെങ്കിലും നാളെ എന്നോട് വാദിക്കാൻ വന്നാൽ അവരോട് പറയാൻ എനിക്ക് മറുപടിയില്ല. അപ്പോൾ ശരി. റിപ്പോർട്ടർ ടിവിയുടെ ഒരു പോസ്റ്റും പണിക്കർ തട്ടിയിട്ടുണ്ട്. നിമിഷപ്രിയെ വെറുതെ വിടേണ്ടതില്ല, നാടൊന്നാകെ മോചനത്തിന് ശ്രമിക്കുമ്പോൾ തുടർച്ചയായി വീഡിയോകളുമായി ശ്രീജിത്ത് പണിക്കർ. ഈ ഒരു പോസ്റ്റാണ് പണിക്കരുടെ ഇന്നത്തെ ബോംബ്. അത്ഭുതമെന്ന് പറയട്ടെ, 4 മണിക്കൂർ കൊണ്ട് ഈ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് 12,000 ലൈക്കുകൾ, 2000-ഓളം ആളുകൾ കമൻറ്റുകൾ എഴുതിയിരിക്കുന്നു, 515 പേർ ഷെയർ ചെയ്തിരിക്കുന്നു. ഇത്ര വൈറലായി ശ്രീജിത്ത് പണിക്കരുടെ ഈ പോസ്റ്റ്. നിമിഷപ്രിയെ തൂക്കിലേറ്റണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ടോ? ഈ സംശയം സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നു. ഈ പോസ്റ്റും ഇതിന് കിട്ടിയിരിക്കുന്ന ലൈക്കുകളുമൊക്കെ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി തലാലിൻ്റെ കുടുംബത്തിന് അയച്ചു കൊടുക്കുന്ന ചില ബിരുദരുമുണ്ട് കേരളത്തിൽ. ഒരുപക്ഷെ അവർ കാന്തപുരം വിരോധികളാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാകാം. പ്രബുദ്ധ മലയാളി ഇങ്ങനെയൊക്കെ പൊളിയാണ് പണിക്കരെ എന്ന് പറഞ്ഞ് ശ്രീജിത്ത് പണിക്കർക്ക് കട്ട പിന്തുണയുമായി എത്തുന്ന ഒട്ടനവധി താരങ്ങളുണ്ട് കമൻറ്റ് ബോക്സിൽ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് വിദേശ ജയിലുകളിൽ വധശിക്ഷയും കാത്തു കിടക്കുന്നവരോടില്ലാത്ത കരുണ എന്തിന് പീസാക്കി ഇവരോട് കാട്ടുന്നു എന്നാണ് ചിലരുടെ ചോദ്യം. നാട്ടിൽ അതിരൂക്ഷമായ കൊലപാതകങ്ങൾ നടന്നാൽ അതിന് താഴെ വന്ന് കമന്റിടുന്നവർ ഒരുപാടുണ്ടല്ലോ. അവനെ തൂക്കിക്കൊല്ലണം, അവനെ വെടിവെച്ചു കൊല്ലണം, സൗദിയിലെ നിയമങ്ങൾ ഇവിടെയും നടപ്പാക്കണമെന്നൊക്കെ ആക്രോശിക്കുന്നവർ. അവരെന്തിനാണ് ശ്രീജിത്ത് പണിക്കർക്ക് നേരെ കുരച്ചു ചാടുന്നത് എന്നാണ് ചിലരുടെ ചോദ്യം. നമ്മൾ മലയാളികൾക്ക് നിലപാടെന്ന സാധനമുണ്ടാകണമെന്നാണ് മറ്റു ചിലർ പറയുന്നത്. തനിക്കെതിരെ പീഡന ശ്രമത്തിനിടയിലോ അക്രമശ്രമത്തിനിടയിലോ അല്ല നിമിഷപ്രിയ തലാലിനെ കൊലപ്പെടുത്തിയത്. ആ യമനി യുവാവിന്റെ കൊലപാതകം നിമിഷപ്രിയ നടത്തിയത് കോടതിയിൽ കൃത്യമായി തെളിഞ്ഞ കാര്യമാണ്. ഭഗവത് സിംഗ്, ലൈല, മുഹമ്മദ് ഷാഫി എന്നീ മനുഷ്യമൃഗങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ചെയ്ത 2 കൊലപാതകങ്ങളും ഇതേപോലെ മനുഷ്യ ശരീരം വെട്ടിനുറുക്കിയായിരുന്നല്ലോ. ഒരു മലയാളി ആയതുകൊണ്ട് ലോകത്തിന്റെ ഏതു ഭാഗത്തും പോയി കൊലപാതകമോ മറ്റെന്ത് അധാർമിക പ്രവർത്തനങ്ങളോ നടത്താം. പിന്നീട് മലയാളികളെല്ലാം കൂടി ചേർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണ നൽകി അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് ചിലരുടെ പ്രതികരണം. എന്നാൽ ഹരീഷ് പേരടിയുടെ രൂക്ഷമായ വിമർശനം ഇങ്ങനെയായിരുന്നു: ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. പ്രിയപ്പെട്ട ശ്രീജിത്ത്, നമ്മൾ ചൊല്ലിപ്പടിച്ച പ്രതിജ്ഞയുടെ ആദ്യ ഭാഗമാണ്. അപ്പോൾ നിമിഷപ്രിയ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ആരാണെന്ന് മനസ്സിലാക്കാൻ ഇതിലും കൂടുതൽ തെളിവുകൾ വേണ്ടല്ലോ.
നമ്മുടെ സഹോദരിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് പകരമായി അവളുടെ ജീവൻ എടുക്കും എന്ന ഘട്ടത്തിൽ ഇരയുടെ കുടുംബത്തിനോട് എല്ലാ മാനാഭിമാനങ്ങളും മാറ്റിവെച്ച് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരു സമൂഹം ഒന്നിച്ച് മാപ്പിരന്ന് അവളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ പെടാപ്പാടുപെടുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിയമത്തിൻ്റെ നെല്ലും പതിരും വേർതിരിച്ച് അവളെ കൊലയ്ക്ക് കൊടുക്കുന്നത്? ഇത്രയും പക എന്തിനാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്? നിമിഷപ്രിയയുടെ ജീവനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീജിത്തിനോട് പറയുന്നു, ഇനി അവൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അവളുടെ ഒരു മാംസകക്ഷണം ഇരയുടെ കുടുംബത്തിൻ്റെ സഹായത്തോടെ നിങ്ങൾ നേടിയെടുക്കണം, എന്നിട്ട് പുഴുങ്ങി തിന്നണം. കൊന്നാൽ പാപം, തിന്നാൽ തീരുമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. അതിരൂക്ഷമായ പ്രതികരണമാണ് ഹരീഷ് പേരടി നടത്തിയത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ ഇപ്പോൾ യമനിൽ നടക്കുന്നു. ഇത്തരം ചർച്ചകൾക്ക് കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. കുടുംബത്തിന് പുറമെ കുടുംബം അനുവദിക്കുന്ന പവർ ഓഫ് അറ്റോർണിക്കും ചർച്ചകൾ നടത്താം. ഇവർക്ക് എല്ലാവിധ സഹായവും സർക്കാർ നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന ചർച്ച നടത്തിയാൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ല എന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ ചർച്ചകൾക്കായി നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് സുപ്രീം കോടതി അനുമതിയും നൽകി. നിമിഷപ്രിയയുടെ മോചന ചർച്ചകൾ തുടരുകയാണ് എന്ന് ആർ വെങ്കിട്ടരമണി സുപ്രീം കോടതി അറിയിച്ചു. മോചനം സാധ്യമാകണമെങ്കിൽ ആദ്യം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണം. യമനിലെ തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചകൾക്ക് ഒരു മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചു സേവ് നിമിഷപ്രിയ കൗൺസിൽ. മധ്യസ്ഥ സംഘത്തിലെ 2 പേർ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും 2 പേർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സംഘത്തിൽപ്പെട്ടവരുമായിരിക്കണമെന്ന് സീനിയർ അഭിഭാഷകൻ രാഗേത് ബസന്തും അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനും കോടതിയിൽ വാദിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് നന്ദിയുണ്ട് എന്ന് സീനിയർ അഭിഭാഷകൻ രാഗേത് ബസന്ത് സുപ്രീം കോടതിയിൽ അറിയിച്ചു. വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പുറമെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പങ്കും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഹാജരാകുന്ന അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ ഇതേക്കുറിച്ച് അറ്റോർണി ജനറൽ ഒരു തവണ പോലും പരാമർശിച്ചില്ല. ചർച്ചകളുടെയെല്ലാം വിശദാംശങ്ങൾ ഓപ്പൺ കോടതിയിൽ പറയാൻ കഴിയില്ല എന്ന് അറ്റോർണി സുപ്രീം കോടതിയെ അറിയിച്ചു. താൻ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ അതാത് സമയത്ത് റിപ്പോർട്ട് ചെയ്യും. ഇത് ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അറ്റോർണി സുപ്രീം കോടതിയെ അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിൽ മുസ്ലിം പുരോഹിതൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകളെക്കുറിച്ച് ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരിക്കവെയാണ് ഇപ്പോൾ വിഷയത്തിൽ നിയമപോരാട്ടം നടത്തുന്ന കൗൺസിൽ ഇത് സംബന്ധിച്ച വാദം കോടതിയിൽ ഉന്നയിച്ചത്. നിമിഷപ്രിയ സുരക്ഷിതയായി പുറത്തുവരണമെന്നതാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് അറ്റോർണി സുപ്രീം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അറ്റോർണിയുടെ വാക്കുകളിൽ ഇപ്പോഴും ശക്തമായ ചർച്ചകൾ തുടരുന്നുവെന്ന് വ്യക്തമാണ്. ഒരു വശത്ത് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, മറുവശത്ത് എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും മധ്യസ്ഥ ചർച്ചകൾ യമനിൽ തുടരുന്നു. ഇതിനിടയിലാണ് കേരളത്തിൽ അതിശക്തമായ നിമിഷപ്രിയ വിരുദ്ധ വികാരം ആളിക്കത്തുന്നത്. യമനിൽ വധശിക്ഷ കാത്തുകഴിയുന്ന നിമിഷപ്രിയയെക്കുറിച്ചുള്ള വാർത്തകളാണ് നമുക്ക് ചുറ്റും. എന്നാൽ വിദേശത്തെ ജയിലുകളിൽ വധശിക്ഷയും കഠിന ശിക്ഷകളും അനുഭവിക്കുന്ന നിരവധി ഇന്ത്യക്കാരുണ്ട് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 86 രാജ്യങ്ങളിലായി 10,152 ഇന്ത്യക്കാരുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക്. സൗദി അറേബ്യയിലാണ് ഏറ്റവും അധികം ഇന്ത്യക്കാർ ശിക്ഷ അനുഭവിക്കുന്നത്, 2633 പേർ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വിവിധ രാജ്യങ്ങളിലായി കഴിയുന്നത് 49 ഇന്ത്യക്കാർ. രാജ്യസഭയിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച കുറിപ്പിലാണ് ഇക്കാര്യങ്ങളുള്ളത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് UAE-യിൽ മാത്രം 25 ഇന്ത്യക്കാർ, സൗദിയിൽ 11 ഇന്ത്യക്കാർ, കുവൈറ്റിലുമുണ്ട് 3 പേർ, ഇന്തോനേഷ്യ, ഖത്തർ, USA, യമൻ എന്നിവിടങ്ങളിൽ ഓരോരുത്തർ വീതം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2 മലയാളികളടക്കം 3 ഇന്ത്യക്കാരുടെ വധശിക്ഷ UAE നടപ്പാക്കിയിരുന്നു. കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതാണ് 3 കുവൈറ്റിലും സൗദി അറേബ്യയിലും 3 വീതവും സിംബാബ്വേയിൽ ഒരാൾ ഉൾപ്പെടെയും 7 പേർക്ക് കഴിഞ്ഞ വർഷം വധശിക്ഷ ലഭിച്ചു. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം മലയാളികൾ, മറുവശത്ത് നിമിഷപ്രിയ ചെയ്ത കൊടുംക്രൂരതയ്ക്ക് അവർക്ക് മാപ്പ് നൽകേണ്ടതില്ല എന്ന് വാദിക്കുന്ന വിരുദ്ധ മുഖം. കഷ്ടം തന്നെയാണ് മലയാളികളെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.